ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പെറ്റ്യൂണിയ സീഡ്സിനെ പറ്റിയിട്ട് ഒരുപാട് എൻക്വയറീസ്, ഒരുപാട് ഓർഡേഴ്സ് നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ വന്നിട്ടുള്ള നമ്മുടെ കോമ്പോസ് എല്ലാം നമ്മൾ ഏകദേശം അയച്ചു കഴിഞ്ഞു. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് ഓർഡേഴ്സ് മാത്രമേ നമുക്കിനി അയക്കാനുള്ളൂ. അപ്പോൾ പെറ്റ്യൂണിയയുടെ ഓൾ ഇൻ വൺ കോംബോ നമ്മളിപ്പോഴും സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വേണ്ടവർ മെസ്സേജ് അയയ്ക്കുക. അപ്പം മേളിൽ ഞാനിപ്പം വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ പ്ലാന്റ്സ് വന്നിട്ടുണ്ടായിരുന്ന സമയത്ത് അത് മാറ്റി നടുന്നതിൻ്റെയൊക്കെ വീഡിയോ ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ സീഡ്സ് മുളപ്പിച്ചിട്ടുള്ള ചെടികളാണ് ഈ കാണുന്നതെല്ലാം. അപ്പോൾ ചിലർക്ക് സംശയമുണ്ട്, ഇപ്പോഴും ചോദിക്കുന്നവരുണ്ട്. നമുക്കൊരു 1000-2000 മേളിൽ റിവ്യൂസൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ചോദിക്കുന്നവരുണ്ട്, പെറ്റ്യൂണിയയുടെ സീഡൊക്കെ മുളച്ച് കിട്ടുമോ, മുളപ്പിച്ചാൽ പിടിക്കുമോ, പൂ ഉണ്ടാവുമോ എന്നൊക്കെ. സീഡ് മുളപ്പിച്ചിട്ടുള്ള തൈകളാണ് ഈ കാണുന്നതെല്ലാം. നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്നതും സീഡ് മുളപ്പിച്ച സീഡ്ലിങ്സ് ആണ്. നിങ്ങൾക്ക് ആ ചെടികളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, തണ്ടൊടിച്ച് നട്ടതോ ഒന്നുമല്ല. ഇതിങ്ങനെ നീളത്തിൽ ഹാങ്ങിങ് ആയിട്ട് വരുന്ന പെറ്റ്യൂണിയയാണ്. നമുക്ക് എല്ലാ സീസണിലും, ഇനി മഴക്കാലത്ത് ഉണ്ടാവുമോ, പൂക്കൾ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മഴക്കാലത്ത് പെരുമഴയത്ത് കഴിഞ്ഞ ജൂണിലൊക്കെ നമ്മുടെ വീട്ടിൽ നിറയെ പൂവിട്ട് നിൽക്കുന്ന പോട്ടുകളിൽ ഹാങ്ങിങ് ആയിട്ടൊക്കെ കിടക്കുന്ന ഒരുപാട് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മഴക്കാലത്താണെങ്കിലും വേനൽക്കാലത്താണെങ്കിലും ഒക്കെ നമുക്ക് വിത്ത് മുളപ്പിക്കാം, തൈകളാക്കാം. അത് മാറ്റി നടുകയും അതിൻ്റേതായിട്ടുള്ള കെയർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൂക്കളുണ്ടാവാനും വളർത്താനൊന്നും യാതൊരു പ്രയാസവും ഇല്ല. പിന്നെ മറ്റുള്ള ചെടികളെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം കെയർ കൂടുതൽ കൊടുക്കണം. പക്ഷേ എങ്കിൽ പോലും നമ്മളെ ഒട്ടും നിരാശപ്പെടുത്താതെ അതുപോലെയാണ് പൂക്കുന്നത്. തണ്ടൊടിച്ച് നട്ടും പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ചെടികൾ തന്നെയാണ്. ഡബിൾ പെറ്റൽസ് ആണെങ്കിലും സിംഗിൾ പെറ്റൽസ് ആണെങ്കിലും നോർമൽ നാടൻ വെറൈറ്റീസ് ഹാങ്ങിങ് പെറ്റ്യൂണിയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഈ കാണുന്നതൊക്കെ നമ്മൾ സീഡ്സ് മുളപ്പിച്ചിട്ടുള്ള തൈകളാണ്. അപ്പോൾ തൈകൾ ഇപ്പം നമുക്ക് അവൈലബിൾ അല്ല, കാരണം ഇത്രത്തോളം ബൾക്കായിട്ട് നമുക്ക് ആക്കിയെടുക്കാനുള്ള സീഡ്സ് കാര്യങ്ങളിപ്പോൾ അവൈലബിൾ അല്ല. മാത്രമല്ല അത് ടെക്നിക്കലായിട്ട് കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് അതുപോലെ മുളച്ച് കിട്ടുക. ഇത് നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം പോട്ടിലൊക്കെ പാകിയിട്ടുള്ളതാണ്. കണ്ടോ എത്ര നന്നായിട്ടാണ് മുളച്ച് നിൽക്കുന്നത്. അപ്പോൾ സീഡ്സ് മുളപ്പിക്കുന്നതിനാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കെയർ എങ്ങനെയാണ്, അതിൻ്റെ പരിചരണം എങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് നമ്മൾ മുളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന എല്ലാം നമ്മൾ വിത്ത് മുളപ്പിച്ച് പൂക്കളുണ്ടായതാണ്. ഈ ചെടികളൊക്കെ വിത്ത് പാകി മുളയ്ക്കുന്നത് മുതൽ മാറ്റി നടുന്നതും ഓരോ മൊട്ട് വരുന്നതും പൂക്കളാവുന്നതും എല്ലാം ഉൾപ്പെടെ ഞാൻ ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കയറി കണ്ടു കഴിഞ്ഞാൽ എല്ലാ സംശയവും മാറിക്കിട്ടും. നമ്മളിത് സീഡ് മുളച്ച് ഒരു 2 ഇല പരുവാകുന്നത് മുതലുള്ള വീഡിയോസ് ഒരുപാട് ഇട്ടിട്ടുണ്ട്. നിറച്ച് പൂക്കും, നിറച്ച്. ഇത് പൂക്കളുടെയൊക്കെ വെയിറ്റ് കാരണം നമ്മൾ കയറൊക്കെ കെട്ടി താങ്ങിയാണ് ഇതിൻ്റെ തണ്ടൊടിയാതെയൊക്കെ ഹാങ്ങിങ് ബോട്ടിലാണെങ്കിലും നിർത്തുന്നത്. അതുപോലെ ഇത് ആദ്യത്തെ സ്റ്റേജിലുള്ള വീഡിയോ ആണ് കേട്ടോ. ഇത് കഴിഞ്ഞ് ഞാനെടുത്ത ഒരുപാട് വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി താഴെ വരെ ഇങ്ങനെ തൂങ്ങിക്കിടന്ന് പൂക്കുന്നതാണ്. ചിലതിലൊക്കെ എനിക്ക് സീഡും ഉണ്ടായി കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ വീഡിയോസും ഞാൻ ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ ആ കൂമ്പ് വരുന്ന തണ്ടൊടിച്ച് നട്ട് കഴിഞ്ഞാൽ നമുക്ക് വേര് പിടിപ്പിച്ച് പുതിയ ചെടികളാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പം നമുക്കിതിൻ്റെ സീഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതും നേരത്തെ നമ്മൾ 15 സീഡ്സോളം മാത്രം ഒരു പാക്കിൽ കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ 100ഓളം സീഡ്സാണ് ഒരു പാക്കിൽ ഉണ്ടാവുക. അതിപ്പോൾ പുതിയതായിട്ട് ഈ ഒരു കഴിഞ്ഞ മാസം മുതൽ മാത്രം നമ്മൾ ഇട്ടിട്ടുള്ള ഓഫറാണ്. അതുപോലെ തന്നെ സിംഗിൾ പെറ്റ്യൂണിയയുടെ ആണെങ്കിലും റെഡ് കളർ പെറ്റ്യൂണിയ, വയലറ്റ് കളർ പെറ്റ്യൂണിയ, പിന്നെ നാനാ കോമ്പാക്റ്റയുടെ ഏകദേശം 40 മേളിൽ വെറൈറ്റീസ് നമുക്ക് കിട്ടിയിട്ടുള്ള നാനാ കോമ്പാക്റ്റയുടെ മിക്സഡ് പാക്ക്, അതുപോലെ തന്നെ സ്റ്റാർ പെറ്റ്യൂണിയയുടെ മിക്സഡ് പാക്ക്, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ഡബിൾ പെറ്റ്യൂണിയ, അങ്ങനെ ടോട്ടൽ 5 പാക്ക് ഡബിൾ പെറ്റ്യൂണിയ നമ്മൾ ഓൾ ഇൻ വൺ കോംബോയിൽ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 800 രൂപയ്ക്ക് മേളിൽ സെപ്പറേറ്റ് ആണെന്നുണ്ടെങ്കിൽ റേറ്റ് വരുന്ന സീഡ്സ് ഇപ്പോൾ ആ ഒരൊറ്റ പാക്കറ്റ് നമ്മൾ വെറും 500 രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് വാങ്ങിക്കോളൂ. മഴക്കാലമോ വേനൽക്കാലമോ ഒന്നും വ്യത്യാസമില്ലാതെ നമുക്ക് ഇതുപോലെ നിറഞ്ഞു പൂക്കുന്ന അടിപൊളി ചെടികളാണ്. ഏകദേശം 11-12ഓളം കളേഴ്സ്. ഇതെനിക്കൊരു കസ്റ്റമർ അയച്ച വീഡിയോ ആണ് കേട്ടോ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കസ്റ്റമർ എനിക്ക് കഴിഞ്ഞ മാസം റിവ്യൂ ആയിട്ട് അയച്ചു തന്നതാണ്, പൂക്കളുണ്ടായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതുപോലെ നിറഞ്ഞു പൂക്കുന്ന പല കളറിൽ ഡബിൾ ഷെയ്ഡൊക്കെ വരാറുണ്ട്. അത് റിവ്യൂസ് നോക്കിയാൽ അറിയാം. വൈറ്റും റെഡും അല്ലെങ്കിൽ വൈറ്റും പിങ്കും ഒക്കെ മിക്സ്ഡ് ആയിട്ട് വരാറുണ്ട്. സിംഗിളിലാണെങ്കിലും അങ്ങനെ വരുന്ന കളേഴ്സ് വിരിയാറുണ്ട്. പിന്നെ സ്റ്റാർ പെറ്റ്യൂണിയ, അത് ആ ഒരു കളേഴ്സിൽ വൈറ്റ് കളറിൽ സ്ട്രൈപ്സോട് കൂടിയുള്ളതാണ് സ്റ്റാർ പെറ്റ്യൂണിയ.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെഡ് വയലറ്റൊക്കെ സെപ്പറേറ്റ് പാക്കിലും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 5 പാക്ക് പെറ്റൂണിയ ഈ ഒരു റേറ്റിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഡബിൾ പെറ്റൽസ് ഉൾപ്പെടെ. വേണ്ടവർ മേളിൽ കാണുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് വാട്സപ്പ് ചെയ്തോളൂ. താങ്ക്